ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ സിംഹത്തിൻ്റെ മഹിമ കുറച്ച് കാണിക്കാനോ അപമാനിക്കാനോ വേണ്ടിയുള്ളതല്ല. മറിച്ച് സിംഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ശാസ്ത്രീയമായി വിവരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സിംഹം കാട്ടിലെ രാജാവാണ്. മൃഗങ്ങളിൽ ഏറ്റവും കരുത്തനും ധീരനുമായ പോരാളി സിംഹമാണെന്ന്. എന്നാൽ ഈ രാജപട്ടം വെറും ഒരു മിഥ്യയാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തുകൊണ്ടാണ് സിംഹം കാട്ടിലെ രാജാവല്ല എന്ന് ഗവേഷകർ പറയുന്നത്? സിംഹത്തിൻ്റെ ആരും പറയാത്ത ബലഹീനതകളും മറച്ചുപിടിച്ച സത്യങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടി പ്രതിപാദിക്കുന്നത്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് തീരുമാനിക്കാം ആരാണ് യഥാർത്ഥ രാജാവ്. ആദ്യം തന്നെ പറയട്ടെ, സിംഹം കാട്ടിലെ രാജാവ് എന്ന പ്രയോഗം തെറ്റാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. സിംഹം കാട്ടിൽ ജീവിക്കുന്നില്ല. സിംഹങ്ങൾ സാധാരണ ജീവിക്കുന്നത് സവാന എന്ന വിളിക്കപ്പെടുന്ന പുൽമേടുകളിലോ തുറന്ന വനപ്രദേശങ്ങളിലുമാണ്. തിങ്ങി നിറഞ്ഞ കാടുകളിൽ കൂടി വേട്ടയാടാനോ ഓടാനോ സിംഹത്തിന് സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഇടതൂർന്ന വനത്തിൽ ജീവിക്കുന്നത് കടുവകളാണ്. അവയ്ക്ക് വേട്ടയാടാനും ഓടാനും കാട്ടിൽ സുഖമായി കഴിയുന്നു. അപ്പോൾ ഈ പ്രയോഗത്തിന് ഏറ്റവും യോജിച്ചത് കടുവയല്ലേ? പുരാതന മനുഷ്യർ സിംഹത്തെ കണ്ടപ്പോൾ അവയുടെ വലിപ്പം, കിരീടം പോലെയുള്ള മുടിക്കെട്ട്, നടപ്പ്, ആക്രമണം കണ്ട ഭയന്ന കഥകൾ, പാട്ടുകൾ വായ്മൊഴിയായി അടുത്ത തലമുറയിലേക്ക് പകർന്നു. പിൻകാലത്ത് കൊട്ടാര കവാടങ്ങളിൽ സിംഹപ്രതിമകൾ സ്ഥാപിച്ചു തുടങ്ങി. കൊടികളിൽ സിംഹമുദ്രകൾ ഉൾപ്പെടുത്തി. ഇരിക്കുവാൻ സിംഹാസനങ്ങൾ ഉപയോഗിച്ചു. ഇങ്ങനെ സിംഹം രാജാവിന് തുല്യമാണെന്ന ധാരണ ജനങ്ങളിൽ വന്നതോടെ സിംഹം കാട്ടിലെ രാജാവ് എന്ന ധാരണ ജനങ്ങളുടെ ഇടയിൽ വേരുറച്ചു. രാജാവാകുമ്പോൾ ഉണ്ടാകേണ്ട പ്രധാന കഴിവ് യുദ്ധങ്ങളിൽ ജയിക്കുകയാണല്ലോ. കടുവയും സിംഹവും തമ്മിൽ യുദ്ധം ചെയ്താൽ ആര് ജയിക്കും? ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് 70% തുടങ്ങി 80% വരെ കടുവകൾ ജയിക്കുന്നതായിട്ടാണ്. ഭാരവും മസിലിന്റെ ഘടനയുമെല്ലാം കടുവയ്ക്കാണ് കൂടുതൽ. സിംഹത്തിന് 200 തുടങ്ങി 250 കിലോ വരെയാണ് തൂക്കം. കടുവയ്ക്കോ 300 കിലോയ്ക്ക് മുകളിൽ ആണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്, സിംഹത്തിന് 3 കാലിൽ ഉറച്ചു നിന്ന് മാത്രമേ ആക്രമിക്കാൻ സാധിക്കൂ. എന്നാൽ കടുവയ്ക്ക് 2 കാലിൽ നിന്നുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കുന്നു. ഇത് വളരെ വലിയ അനുകൂല ഘടകമാണ്. ഇരയെ അടിച്ചു വീഴ്ത്താൻ സിംഹം ഒരു കൈ ഉപയോഗിച്ച് അടിക്കുമ്പോൾ കടുവ 2 കൈകളും ഉപയോഗിച്ച് അടിച്ചിടും. അതായത് ഒരു സമയത്ത് ഇരട്ടി പ്രഹരം കൊടുക്കാൻ കടുവയ്ക്ക് സാധിക്കുന്നു. സിംഹത്തിന്റെ മറ്റൊരു ബലഹീനതയാണ് സ്റ്റാമിന ഇല്ലായ്മ. ഒരു മൃഗത്തിന്റെ സ്റ്റാമിന തീരുമാനിക്കുന്നത് ഹൃദയത്തിന്റെ വലിപ്പം നോക്കിയാണ്. ശരീരത്തിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ സിംഹത്തിന് ചെറിയ ഹൃദയമാണ് ഉള്ളത്. വേട്ടയാടുമ്പോഴും പോരാടുമ്പോഴും ഉയർന്ന ഊർജം ആവശ്യമാണ്. എന്നാൽ ഹൃദയം വളരെ ചെറുതായതുകൊണ്ട് വേഗത്തിൽ രക്തം പമ്പ് ചെയ്ത് ഓക്സിജൻ പേശികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ പെട്ടെന്ന് സിംഹം തളർന്നു പോകുന്നു. സിംഹത്തിന് 100-200 മീറ്റർ ദൂരം മാത്രമേ വേഗത്തിൽ ഓടാൻ കഴിയൂ. അതോടെ തളർന്ന് അവശയാകും. എന്നാൽ ഹൈന, കാട്ടുനായ്ക്കൾ തുടങ്ങി ജീവികൾക്ക് ശരീരഭാരവുമായി നോക്കുമ്പോൾ വലിയ ഹൃദയമാണ്. ഇതിൽ കാട്ടുനായകൾക്ക് 60 കിലോമീറ്റർ വേഗത്തിൽ 5 തുടങ്ങി 10 കിലോമീറ്റർ ദൂരത്തിൽ തുടർച്ചയായി ഓടാൻ കഴിയും. ഇവർക്ക് ഇര പിടിക്കുന്നതിൽ 80% വരെ വിജയമുണ്ട്. സിംഹത്തിന് 25% തുടങ്ങി 30% വരെ മാത്രമാണ് ഉള്ളത്. ഓരോ ശ്രമവും കഴിയുമ്പോഴും സിംഹം തളർന്ന് അവശരാകും. ബൈറ്റ് ഫോഴ്സ്, അതായത് ശക്തമായി കടിക്കാനുള്ള ശക്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിലും സിംഹം പിന്നിലാണ്. ശക്തി അളക്കുന്നത് PSI യൂണിറ്റിൽ പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ചിലാണ്. കഴുതപ്പുലിക്ക് 1100 PSI അളവിലും കടുവയ്ക്ക് 1000 PSI അളവിലും കടിക്കാൻ കഴിയുമ്പോൾ സിംഹത്തിന്
650 PSI മാത്രമേ സാധിക്കൂ. സിംഹം മറ്റ് മൃഗങ്ങളുടെ തൊണ്ടയിൽ കടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊല്ലുന്നത്. എന്നാൽ കടുവയൊക്കെ മുറിവേൽപ്പിച്ചാണ് കൊല്ലുന്നത്. സിംഹം സാധാരണയായി മൃദുവായ മാംസമാണ് കഴിക്കുന്നത്. എന്നാൽ കഴുതപ്പുലി എല്ലുകളും തിന്നും ജീവികളുടെ എല്ലാം തന്നെ ഭക്ഷിക്കും. അങ്ങനെ നോക്കിയാൽ കടിയുടെ ശക്തിയിൽ കഴുതപ്പുലിയാണ് മുന്നിൽ. സിംഹത്തെ രാജാവ് എന്ന് വിളിക്കുമെങ്കിലും ഭാരം വലിക്കാനുള്ള കഴിവിൽ പിന്നിലാണ്. തന്റെ ഭാരത്തിന്റെ 1.5 മടങ്ങ് മാത്രമാണ് വലിക്കാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ ഗൊറില്ലയാണ് മുന്നിൽ, പ്രത്യേകിച്ച് സിൽവർ ബാർ ഗൊറില്ല. ഇവയ്ക്ക് ശരീരഭാരത്തിന്റെ 10 മടങ്ങ് വരെ ഉയർത്താൻ സാധിക്കും. സിംഹങ്ങൾ വേട്ടയാടിയാൽ അവിടെ വെച്ച് തന്നെ തിന്നുകയാണ് പതിവ്. കടുവയുടെ കാര്യമെടുത്താലോ, വേട്ടയാടിയ മൃഗത്തെ കിലോമീറ്ററുകളോളം വലിച്ചു കൊണ്ടുപോകാനും ഇരയെ കടിച്ച് മരത്തിന്റെ മുകളിൽ കയറ്റാനും സാധിക്കുന്നു. പുള്ളിപ്പുലിക്ക് തന്റെ ഭാരത്തിന്റെ 3 ഇരട്ടി ലംബമായി മരത്തിന്റെ മുകളിൽ കയറ്റാൻ സാധിക്കും. ഇവിടെയും സിംഹം പിന്നിലാണ്. അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് സിംഹത്തിന്റെ ബുദ്ധിശക്തിയെക്കുറിച്ചാണ്. സിംഹത്തിന്റെ ബുദ്ധിശക്തി പ്രധാനമായി കാണാൻ സാധിക്കുന്നത് ഇവയുടെ സംഘബലത്തിലാണ്. സംഘത്തിന്റെ ആവശ്യമനുസരിച്ച് ഓരോ കാര്യവും ബുദ്ധിപൂർവമായി അവർ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. എന്നാൽ ഒറ്റയ്ക്കെടുത്ത് നോക്കിയാൽ സിംഹം പുറകിലാണ്. ഇവിടെ കടുവയാണ് മുന്നിൽ. കാരണം കടുവ ഒറ്റയ്ക്കാണ് ഇര പിടിക്കുന്നത്. കടുവയ്ക്ക് ഇരയുടെ ശബ്ദം അനുകരിക്കാനും വെള്ളത്തിലേക്ക് തള്ളിയിട്ട് ഇരയെ കീഴ്പ്പെടുത്താനും സാധിക്കുന്നു. കാരണം കടുവയുടെ മസ്തിഷ്കം സിംഹത്തിനേക്കാൾ വലുതാണ്. പ്രോബ്ലം സോൾവിംഗ് ഇന്റലിജൻസിൽ മറ്റു ജീവികളാണ് മുന്നിൽ, ഹൈനകൾ, കുരങ്ങുകളുമൊക്കെ. ടീമായി പ്രവർത്തിക്കുമ്പോൾ നല്ല ബുദ്ധിശക്തി സിംഹത്തിന്റെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് സിംഹത്തിന്റെ ഗ്രൂപ്പിനെ പറ്റി അറിയേണ്ടത്. ആൺസിംഹങ്ങൾ വേട്ടയാടാത്ത കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? 80% തുടങ്ങി 90% വരെ വേട്ടയാടുന്നത് പെൺസിംഹങ്ങളാണ്. ആൺസിംഹങ്ങൾ കൂടുതൽ വിശ്രമിക്കുകയാണ് പതിവ്. പക്ഷേ ആദ്യം ഭക്ഷണം കഴിക്കുന്നത് ആൺസിംഹങ്ങളാണ്. തന്റെ കൂട്ടത്തെ സംരക്ഷിക്കുകയാണ് ആൺസിംഹത്തിന്റെ പ്രധാന ജോലി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാന വസ്തുത സിംഹം കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും കാരണത്താൽ വിട്ടുപോയാലുള്ള അവസ്ഥ. ഒറ്റപ്പെട്ട സിംഹം മരണത്തിന്റെ അവസ്ഥയിലാണ്. ഒറ്റയ്ക്ക് ഇര പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പലപ്പോഴും പട്ടിണി കിടന്നാണ് മരണം. ഇനി ഏതെങ്കിലും ഇര പിടിച്ചാലോ മറ്റ് ജീവികൾ വന്ന് ആക്രമിച്ച് ഇര കൈക്കലാക്കും. പലപ്പോഴും മറ്റ് ജീവികൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കേണ്ടതായി വരുന്നു. മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. സിംഹത്തിന് ഗുണകരമല്ലാത്ത മറ്റൊരു വസ്തുത സിംഹത്തിന്റെ മടിയാണ്. ദിവസത്തിന്റെ 20 മണിക്കൂറോളം ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ആയിരിക്കും. സിംഹത്തിന്റെ രാജകീയമായ പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കുന്ന മറ്റൊരു വസ്തുതയാണ് അവയുടെ ശിശുഹത്യ. ഒരു പുതിയ സിംഹം ഗ്രൂപ്പിന്റെ നേതാവാകുമ്പോൾ മുൻ നേതാവിന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത്. കുഞ്ഞുങ്ങളുള്ളപ്പോൾ പെൺസിംഹങ്ങൾ വീണ്ടും ഗർഭം ധരിക്കാൻ തയ്യാറാകില്ല. അതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. ഇത്രയും നേരം സിംഹത്തിന്റെ പോരായ്മകളെയും കുറവുകളെയും കുറിച്ച് സംസാരിച്ചുവെങ്കിലും സിംഹത്തിന്റെ ഗാംഭീര്യവും പ്രൗഢിയും എടുത്തു പറയാതെ വയ്യ. ആരെയും ഭയപ്പെടുത്തുന്ന നോട്ടം, മുഖഭാവം, ആ നടത്തം, ആ അലർച്ച മറ്റ് ഒരു ജീവികളിലും ഇല്ല. അതുപോലെ കൂട്ടത്തെ സംരക്ഷിക്കാനുള്ള ചങ്കൂറ്റം, ഒരുമിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന ആധിപത്യം മറ്റൊരു മൃഗത്തിനും ഇല്ല. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കടുവയാണോ സിംഹമാണോ യഥാർത്ഥ കാട്ടിലെ രാജാവ്? നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഇതുപോലെ കൂടുതൽ അറിയുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.